ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ശിവരാമേട്ടൻ സരസ്വതിയുടെ ദുർവിധിയെക്കുറിച്ച് പറയേ. ടീച്ചർ അമ്മയും തന്റെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയാ. ഞാൻ എന്റെ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല. വിവാഹത്തിന്റെ അന്ന് രാത്രി മുതൽ താലി കെട്ടിയവനാൽ നിരന്തരം ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടവളാ ഞാൻ. ഉടലെന്നുറങ്ങിയിട്ടും ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഈ വേദനകൾക്കിടയിൽ 3 മക്കളുമായി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാധയെ പ്രസവിച്ച ശേഷം എന്നെ വേദുകുളിപ്പിച്ച നാണിയമ്മച്ചി എന്റെ ദേഹത്തെ മുറിവുകൾ കണ്ട് തലചുറ്റി തളർന്നിരുന്ന് നിലവിളിച്ചത്. മറ്റൊരു മനുഷ്യനും കണ്ടാൽ സഹിക്കാത്ത മുറിവേറ്റവളാ ഞാൻ. നാണിയമ്മച്ചി അന്നേ എന്നോട് പറഞ്ഞതാ, കൊച്ചേ അവന് ഭ്രാന്താണെന്ന്, നീ അവനെ കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോന്ന്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും വിപ്ലവവും ഒന്നും അന്ന് ജീവിതത്തിലും കുടുംബത്തിലും വന്നിട്ടില്ല. ചിറകരിഞ്ഞ കിളിയെപ്പോലെ ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ചു. അതിനുശേഷമാണ് അയാൾ സ്വന്തം അച്ഛന്റെ ജീവൻ എടുക്കുന്നത്. മരിച്ച ആ അച്ഛന്റെ വിരലിൽ മഷിമുക്കി പ്രമാണത്തിൽ പതിപ്പിക്കുന്നത് ഇപ്പോഴും ഒരു മരവിപ്പോടെ മാത്രമേ എനിക്ക് ഓർക്കാനാവുന്നുള്ളൂ. പിന്നെ മാലതിയെ കൊന്ന് കെട്ടിത്തൂക്കിയത്, എന്നെ സാറിനെയും കൊല്ലാൻ ശ്രമിച്ചത്. അയാൾ വിചാരിച്ചിട്ട് തോറ്റുപോയത് അക്കാര്യത്തിൽ മാത്രമാണ്. കേസ് നടത്തി അയാൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റിയത് വലിയ കാര്യമാണ്. പക്ഷെ അയാൾ അതേ കണ്ടില്ലേ, പരോൾ വാങ്ങി വീണ്ടും നമ്മളെ മുന്നിൽ നിസ്സാരമായിട്ട് വന്നു നിൽക്കുന്നു എന്ന് സരസ്വതി പറയെ. ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും പരോൾ കൊടുക്കരുത് എന്ന് ശിവരാമേട്ടനും. ഇവർക്കൊക്കെയല്ലേ സ്വാധീനം എന്ന് കൃഷ്ണചന്ദ്രൻ സാർ ഓർമ്മിപ്പിക്കെ. ശല്യം തോന്നിയാലേ ഇനി പരോളിൽ വരാൻ പേടി തോന്നും വിധത്തിൽ നല്ലൊരു പണി കൊടുക്കണമെന്ന് കനിയും. അതെ എന്ന് വീണയും സമ്മതിക്കേ. ഞാനിപ്പോ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ജീവിതം നരകമാക്കാനും സ്വർഗമാക്കാനും കഴിയുന്നവരാ നമ്മുടെ പാർട്ട്ണർ. അത് നമ്മുടെ തീരുമാനമാവണം, നമ്മുടെ തിരഞ്ഞെടുപ്പാവണം. കാരണം നിങ്ങൾക്ക് എന്ത് വേണമെന്നും നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്നും നിങ്ങളെക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല. ആ ഒരു തീരുമാനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ വിലയുണ്ട്. അച്ഛനും അമ്മയും വേണ്ടപ്പെട്ടവരും ഒക്കെ നിർദ്ദേശിക്കട്ടെ, പക്ഷേ തീരുമാനം നിങ്ങളുടേതായിരിക്കണം. കാരണം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിക്കാൻ നിങ്ങളെ ഉണ്ടാവൂ. ജാതകവും ജാതിയും ജോലിയും ഒക്കെ നോക്കി രണ്ടാൾ ചേർന്നു പോകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. 2 പേര് പരിചയപ്പെട്ട ശേഷം പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം കൊടുക്കണം. വിവാഹം പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷമാവുന്നതാ നല്ലത് എന്ന് ചെറിയമ്മ പറയുന്നത് കേൾക്കെ. അത് കറക്റ്റാ ചെറിയമ്മ എന്ന് കനിയും ശരിവെക്കുകയാ. അല്ലാത്ത കെട്ടൊക്കെ കണ്ണടച്ചുള്ള മാങ്ങേറ. വീണു ചിലപ്പോ ഏറുകൊണ്ട് ആരുടെയെങ്കിലും തല പൊളിഞ്ഞാലുമായി എന്ന് ചെറിയമ്മ വീണ്ടും ഓർമ്മിപ്പിക്കെ. അത് ശരിയാ, ഇവിടെയുണ്ടല്ലോ രക്തസാക്ഷികളെന്ന് വീണയെ ഉദ്ദേശിച്ചുകൊണ്ട് കനി പറയുന്നുണ്ട്. എല്ലാം കേട്ട വീണയും ആകെ ടെൻഷനോടെ നിൽപ്പാ. ശിവരാമൻ ചേട്ടൻ കൃഷ്ണചന്ദ്രൻ സാറിനോടായി, സാറ് മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കല്ലേ, ഇനി പോയി കിടക്കണം, ഇപ്പൊ തന്നെ സമയം വൈകിയെന്ന് പറയാൻ. കിടന്നാലും ഇന്നത്തെ രാത്രി ഉറങ്ങാനാവുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഒരാൾ ജീവിതം കൊണ്ട് അനുഭവിച്ചത് കേട്ടിട്ട് നമുക്കും ദേഹമാകെ മുറിവേറ്റൊരു പ്രതീതി. കേട്ടിട്ട് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ പ്രിയ ശിഷ്യ ഇത്രമേൽ മുറിവേറ്റവളാവുമ്പോൾ ഹൃദയം നൊന്ത പ്രാർത്ഥനയല്ലാതെ എന്താണ് എനിക്ക് ചെയ്യാനാവുക എന്ന് സാറും ടെൻഷനോടെ പറയുകയാ. പിന്നീട് രാവിലെ ആവുമ്പോൾ അടുക്കളയിലിരുന്ന് പച്ചക്കറി അരിയുന്ന ടീച്ചർ അമ്മയെയും സാറിനെയുമാണ് കാണിക്കുന്നത്. ശിവരാമേട്ടൻ സാർ എണീക്കും മുമ്പേ പോയി സാറിനോട് പറയാൻ പറഞ്ഞെന്ന് സരസ്വതി പറയേ. ഇന്നലെ ഓരോന്നോർത്ത് കിടന്നു, ഉറക്കം വന്നില്ല, പുലർച്ചെ ആയപ്പോഴാവുന്നു മയങ്ങിയത് എന്ന് സാറും പറയുകയാ. കുഞ്ഞി നമ്മുടെ സുജിവക്കീലിനെ കാണാൻ പോയി എന്ന് സരസ്വതി പറയേ. കനികയ്ക്ക് പതിവ് ഉരുച്ചുറ്റിലാവുമല്ലേ എന്ന് സാറും. അതെ, അവൾ വന്ന് കണ്ട പിന്നെ ഇത് മതി. അയ്യാത്ത സാറിനെ കൊണ്ടാണോ പണിയെടുപ്പിക്കുന്നതെന്ന് ചോദിച്ച് അതിനാവും പിന്നെ എന്നോട് വരണം എന്ന് സരസ്വതി പറയേ. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ആകെ പാടാവും എന്ന് വാഴക്കും വരികയായിരുന്ന കൃഷ്ണചന്ദ്രൻ സാറും പറയുകയാ. അല്ല, കൂമ്പ് കൊത്താൻ പാടുണ്ടോ സാർ എന്ന് സരസ്വതി ചോദിക്കെ. അത്ര എളുപ്പമല്ലെങ്കിലും കുഴപ്പമില്ല. മാധവത്തിൽ സരസ്വതിയാണല്ലോ എന്റെ ഗുരു, അപ്പൊ ഇതെന്റെ ഗുരുദക്ഷിണയായി കൂട്ടിയാ മതി എന്ന് സാറ് പറയേ. അത് കൊള്ളാം സാർ, ഗംഭീര ഗുരുദക്ഷിണ തന്നെ എന്ന് സരസ്വതിയും. ഞാൻ ഇന്നലെ സരസ്വതി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കിടക്കുമായിരുന്നു. സരസ്വതിയുടെ മുറിവിന്റെ വ്യാപ്തി ഇന്നലെയാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് എന്ന് സാർ ടെൻഷനോടെ പറയേ. ഒന്നുമല്ല സാർ, സംസാരിക്കും തോറും അതിന്റെ വ്യാപ്തി ഇനിയും സാറിന് മനസ്സിലാവും. എനിക്ക് സാറിനോടും ശിവരാമേട്ടനോടും മക്കളോടും പറയുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ എന്ന് സരസ്വതി ഓർമ്മിപ്പിക്കെ. എന്തുകൊണ്ടോ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഈ മുറിവുകൾക്ക് ഞാനും ഒരു കാരണക്കാരനല്ലേ എന്നൊരു തോന്നൽ എന്ന് സാറ് പറയേ. അതിന് സാർ എങ്ങനെ കാരണക്കാരനാവും? ടീച്ചർ അമ്മയും സരസ്വതിയെ അങ്ങനെ ഒരു ജീവിതത്തിന് വിട്ടുകൊടുക്കാതിരിക്കാമായിരുന്നു എനിക്ക്, ശരിയല്ലെന്ന് സാർ ചോദിക്കെ. അത് ശരിയാ സാർ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തതിന്റെ പേരിൽ രണ്ടാളുടെയും കുടുംബജീവിതം പിന്നാലോചിക്കുമ്പോൾ ഈ കിട്ടുന്ന സമയം പോലും എത്ര മൂല്യമുള്ളതാണ്. രണ്ടാളും അനുഭവിച്ച വലിയ കാലത്തെ ശൂന്യതയുടെ ഫലമാണ് സാർ ഈ നിമിഷങ്ങളൊക്കെ. സാറ് മുമ്പ് പറഞ്ഞതുപോലെ ഒന്നിച്ചുള്ള നിമിഷമൊക്കെ ഒന്നിച്ചുള്ള ജീവിതം തന്നെയായിരുന്നു സരസ്വതിയും. ഏത് വിഷമത്തിൽ നിൽക്കുമ്പോഴും അതിനെ ലഘുവാക്കുന്നൊരു ചിന്ത വേണം. അങ്ങനെ ഒത്തിരി ഉണ്ടെന്റെ കയ്യിലെന്ന് സാറും. ജീവിതത്തിൽ ഒത്തിരി മുറിവുകൾ പഠിപ്പിച്ച പാഠങ്ങൾ ചെറുതല്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ളൊരു കരുത്ത് ഒന്ന് വേറെയാണെന്ന് സരസ്വതി പറയേ. ഇതുപോലൊന്നുമല്ല സരസ്വതി പുതിയ തലമുറ.
സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒന്നും വഴിയല്ല അവരുടേത്. അവരും അവർക്ക് വേണ്ടി ജീവിക്കും. സോഷ്യൽ ഇഷ്യൂസിൽ അവർ ഓപ്പണായി കാര്യങ്ങൾ പറയും. ഇക്വാലിറ്റിക്ക് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്ന തലമുറയാ ഇപ്പോഴത്തേത്. നമ്മുടെയൊക്കെ തലമുറയ്ക്കില്ലാത്തതും അതാണല്ലോ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിവാഹം എന്ന കമ്മിറ്റ്മെന്റിനോട് താല്പര്യമേ ഇല്ല. അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴന്വേഷിക്കുന്നത് എന്ന് സാറ് പറയുന്നത് കേൾക്ക് എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല സാർ എന്ന് സരസ്വതിയും. അത് പ്രായം കൂടുന്നതിന്റെ പ്രശ്നമാണ് സരസ്വതി എന്ന് പറഞ്ഞ് സാർ പൊട്ടിച്ചിരിക്കെ, ഇപ്പോഴല്ലേ സാർ ഇങ്ങനെ ചിരിക്കുന്നത്? പണ്ട് പഠിപ്പിക്കുമ്പോ എന്തൊരു ഗൗരവാ. എന്റെ അമ്മോ അങ്ങോട്ട് ചിരിച്ചാൽ പോലും സാറ് ഇങ്ങോട്ടൊരു ചുണ്ടനക്കില്ല. മേരിക്കുട്ടി എന്നൊക്കെ സാറിനെ കളിയാക്കുമായിരുന്നു. സാറിന്റെ അമ്മ സാറിനെ ചിരിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോയി എന്ന്. അത് കേൾക്കെ സാറും പൊട്ടിച്ചിരിയോടെ, അത് ഗൗരവമൊന്നുമല്ല സരസ്വതി, പരിഭ്രമമാണ്. നിങ്ങള് പെൺകുട്ടികളാണെന്ന് ക്ലാസ്സിൽ കൂടുതൽ, എനിക്കും പ്രായം കുറവ്, ചിരിച്ച് ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് അങ്ങ് ഉറപ്പിച്ചു എന്ന് സാറത് ഓർത്ത് പറയേ, അതപ്പോ ഗൗരവമല്ല, ഡീസന്റാ അല്ലേ സാർ എന്ന് സരസ്വതിയും. പിന്നെ പഠിത്തക്കാരി ശിഷ്യയോടുള്ള ഇഷ്ടവും ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗൗരവത്തിലാണല്ലോ ഒളിപ്പിക്കൽ എന്ന് സാർ ചിരിയോടെ പറയേ, എന്ത് പറയാനാ അല്ലേ സാർ എന്ന് സരസ്വതിയും. അതെ, എന്ത് പറയാനെന്ന് പറഞ്ഞ് സാറ് വീണ്ടും വഴക്കുമ്പ് കൊത്തിയിരിക്കുമ്പോഴേക്കും, സാറിന്റെ ഗുരുദക്ഷിണ ഇന്നെങ്ങാനും ശരിയാവോ എന്ന് സരസ്വതി ചോദിക്കേ, ശിഷ്യൻ ഗുരുവിന്റെ അത്രയും എക്സ്പെർട്ട് അല്ലാത്തതും ഒന്ന് പരിഗണിക്കണം. കാര്യം പറയുമ്പോ ഇതിന്റെ സ്പീഡ് കുറയും. സ്പീഡ് കുറഞ്ഞില്ലേൽ ചിലപ്പോ കൈ മുറിയും എന്ന് പറഞ്ഞ് സാറ് ചിരിക്കെ, സാർ ഇങ്ങ് തരണം, അല്ലെങ്കിലേ തോരൻ നാളെയാവുമെന്ന് ടീച്ചറും. അപ്പൊ എന്റെ ഗുരുദക്ഷിണ എന്ന് സാറ് ചോദിക്കേ, അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ ടീച്ചറമ്മ ആ വാഴക്കുമ്പ് കൊത്തിയരിയാൻ തുടങ്ങുമ്പോഴേക്കും, ഗുരുവിനെ പോലെ എക്സ്പെർട്ട് ആവാൻ കാലം കുറച്ച് പിടിക്കുമെന്ന് സാറും. അതെ, കാലം പിടിക്കുമെന്ന് സരസ്വതിയും ചിരിയോടെ പറയുക. അവിടെ വിഷ്ണുവിനെയും രാധയെയും മീറ്റ് ചെയ്യുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത്. രാധേച്ചി, അളിയനോട് കാര്യമൊന്നും പറഞ്ഞില്ലേ? അളിയ അങ്ങേരന്റെ ബേക്കറിയിൽ കയറി വന്ന് ഒരേ പോര് എന്ന് മഹേഷ് ടെൻഷനോടെ പറയേ, അത് പിന്നെ അളിയന്റെ തന്തപ്പിടിയല്ലേ, പോര് കുറയോ എന്ന് വിഷ്ണുവോ. എന്തോന്ന് വർത്താനാ ഇത് വിഷ്ണുവേട്ട എന്ന് രാധ ചോദിക്കേ, അതെ ഇങ്ങനെയൊക്കെ തന്നെയാ പോലീസ് എന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കേ, തൽക്കാലം നിങ്ങൾ അളിയനായിട്ട് കാര്യങ്ങൾ കേൾക്ക്, എന്നിട്ട് പോലീസായിട്ട് ആക്ട് ചെയ്യുന്ന രാധയും. വിഷ്ണു അത് സമ്മതിച്ച് പറ അളിയ എന്ന് പറയേ, ആ കൃഷ്ണചന്ദ്രൻ സാറിനെ മാധവത്തിൽ കയറ്റി പാർപ്പിച്ചതാ ഇപ്പൊ അങ്ങേരുടെ പ്രശ്നം എന്ന് മഹേഷ് പറയേ, വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് ആരായാലും ചോദിച്ചു പോവും അളിയ, അതിലൊരു ശരികേടുണ്ടെന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കേ, അത് അങ്ങേർക്ക് ചോദിക്കാൻ ഒരു റൈറ്റുമില്ല എന്ന് രാധയും. അതും ശരിയാ, പക്ഷേ ഇയാള് മുൻ ഭർത്താവ് എന്ന പേരിലുള്ള വൈകാരിക പ്രകടനമാകാനാണ് സാധ്യത എന്ന് വിഷ്ണുവും പറയുകയാ. വിഷ്ണുവേട്ടൻ അങ്ങേരുടെ വക്കീലാണോ എന്ന് രാധ ചോദിക്കേ, അളിയ അയാൾ എന്ത് വൈകാരിക പ്രകടനം വേണമെങ്കിലും നടത്തട്ടെ, പക്ഷെ എന്തിന് എന്റെ ബേക്കറിയിൽ വന്ന് അലമ്പ് കാണിക്കണം? എന്റെ നെഞ്ചത്തോട്ട് എന്തിനു കയറണമെന്ന് മഹേഷും ചോദിക്കുക. ശരിയാ, അത് തെറ്റാന്ന് വിഷ്ണു പറയേ, അളിയ ഈ പരോളിൽ ഇറങ്ങി വന്ന് ഇങ്ങനെയൊക്കെ അലമ്പ് കാണിക്കാൻ പറ്റുമോ എന്ന് മഹേഷ് ചോദിക്കേ, അത് പാടില്ലെന്ന് വിഷ്ണുവും. അളിയ ഇത് എന്റെ ബിസിനസിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് മഹേഷ് പറയേ, ഇനി ഒരിക്കൽ കൂടി വന്ന അളിയൻ പറഞ്ഞാൽ മതി, പരോള് ക്യാൻസൽ ചെയ്യും എന്ന് വിഷ്ണുവും. അപ്പോ ഇപ്പൊ ഇയാൾ ഈ ചെയ്യുന്നതിന് ഒന്നുമില്ലേ അളിയ എന്ന് മഹേഷ് ചോദിക്കേ, അങ്ങേര് സ്റ്റേഷനിൽ ഒപ്പിടാൻ വരുമ്പോ പൊക്കിക്കോളാമെന്ന് വിഷ്ണുവോ. അത് മതി, അയാൾക്കൊരു പേടിയുണ്ടാവണം എന്ന് മഹേഷ് പറയേ. പേടിയുണ്ടാവാനേ വേറെ ആളെ നോക്കണമെന്ന് രാധയും പുച്ഛത്തോടെ പറയുക. എന്തായാലും ആളാകെ ഇടികൊണ്ട് പഴുത്തിരിക്കുക, ആകെ അയാളുടെ നാക്ക് മാത്രമേ ഉള്ളൂ, നടക്കാനൊക്കെ വലിയ പാടാ എന്ന് മഹേഷ് പറയേ. ഇതൊക്കെ കുറച്ചു നാൾ ഇഴഞ്ഞു നീങ്ങും, പിന്നെ കുറിച്ചു തീരും, അപ്പോ ഞാൻ നോക്കിക്കോളാം, പേടിക്കേണ്ടെന്ന് വിഷ്ണു ആശ്വസിപ്പിക്കേ. ശരി അളിയ എന്ന് മഹേഷും. അവിടെ സുജിയെ കാണാനെത്തിയ വീണയാണ് കാണിക്കുന്നത്. സുജി വീണയോടായി പറയുക, ഞാൻ കണ്ട് സംസാരിക്കാമെന്ന് വെച്ചത് അടുത്ത മോഷൻ മൂവ് ചെയ്യുന്ന കാര്യം ഒന്ന് ഉറപ്പിക്കാനാ. സത്യത്തിൽ വീണയ്ക്ക് ആ കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയേ. സന്തോഷേട്ടന് വയ്യാതായതുകൊണ്ട് എന്ന് വീണയും. ഇപ്പൊ ഓക്കെ ആയല്ലോ, നിങ്ങൾ രണ്ടാളും കൂടി എന്താണ് തീരുമാനമെന്ന് ഒന്ന് ഉറപ്പിച്ച് പറയൂ. ആ ചേട്ടന്റെ മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ കാരണം കേസ് കുറച്ച് ലാഗായി, ഇനി എന്താന്ന് ആലോചിച്ച് പറഞ്ഞാല് ഞാൻ മൂവ് ചെയ്യാം സുജി ചോദിക്കേ. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് സന്തോഷ് ഏട്ടന്റെ റീജോയിനിങ് ഡേറ്റ്. ആളൊന്ന് ജോയിൻ ചെയ്താല് ആകെ ഒന്ന് സ്റ്റേബിൾ ആവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കിയാ പോരെ എന്ന് വീണയും. എങ്ങനെയാന്ന് പറഞ്ഞാൽ മതിയെന്ന് സുജി പറയേ. ഞാൻ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്താല് സന്തോഷേട്ടന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുമെന്നാണ് എന്റെ ഒരു പേടി. സന്തോഷേട്ടൻ കാര്യങ്ങളൊക്കെ പോസിറ്റീവായി പറയുന്നുണ്ടെങ്കിലും വീണ്ടും ആളൊന്ന് ഉലഞ്ഞു പോകുമെന്നുള്ളൊരു ഭയം എന്റെ ഉള്ളിലുണ്ടെന്ന് വീണയും. എല്ലാം കൂടി ആലോചിച്ചാൽ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ലെന്ന് വരും. ഈ ഭയം നമുക്ക് തന്നെ കുരുക്കാവാതെ നോക്കണം. മനസ്സിലായോ ഞാൻ പറയുന്നതെന്ന് സുജി ചോദിക്കേ. മനസ്സിലായി എന്ന് വീണയും. ഡിവോഴ്സിന്റെ കാര്യത്തിൽ വീണയ്ക്കൊരു പുനരാലോചനയുണ്ടോ എന്ന് സുജി വീണ്ടും ചോദിക്കേ. എനിക്ക് അങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ കഴിയുന്നില്ല എന്ന് വീണയും. ഓക്കെ ശരി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, എനിക്കിപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലായി. അപ്പം ആളുടെ റീജോയിനിങ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കാല്ലേ, അങ്ങനെയല്ലേ എന്ന് സുജി ചോദിക്കേ. അതെ എന്ന് വീണയും. അപ്പം റീജോയിനിങ് കഴിഞ്ഞ് ആളോടൊന്ന് ക്ലിയർ ആയി ഇക്കാര്യം സംസാരിക്കണം. നിങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വേണ്ടേ എന്ന് സുജി പറയേ. ഞാൻ സംസാരിക്കാം, എന്നിട്ട് ഞാൻ വക്കീലിനെ വിളിച്ച് പറയാമെന്ന് വീണയും. അപ്പൊ ശരി, അങ്ങനെ ഉറപ്പിക്കാം, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് സുജി യാത്ര പറഞ്ഞു പോവുകയാണ്. പിന്നീട് മാധവത്തിൽ ടീച്ചർ അമ്മയുടെ മൊബൈലിലേക്ക് മോഹന്റെ കോൾ വരികയാ. അൺനോൺ നമ്പറിൽ നിന്ന് വന്ന കോൾ കണ്ട് ടീച്ചർ
ടീച്ചറമ്മയും കോളെടുത്ത് ഹലോ ആരാ എന്ന് ചോദിക്കേ ഞാനാ നിന്റെ കാലൻ എന്ന് മോഹനും. നിങ്ങളെ പുറത്താന്നൊക്കെ ഞാൻ അറിഞ്ഞെന്ന് സരസ്വതി പറയേ ഇതിപ്പോ ചാടിയതല്ല, അവരെ ഇറക്കി വിട്ടതാ, പരോള് കിട്ടിയടി. എൻ മനവിക്ക് പൈത്യം കരഞ്ഞൊന്ന് സെന്റി അടിച്ചു, പിന്നെ അത്യാവശ്യം രാഷ്ട്രീയമായൊരു പിടിയും പിടിച്ചു. സംഗതി ക്ലീൻ. പിന്നെ കെട്ടിയോളുടെ അസുഖമൊന്നുമല്ല യഥാർത്ഥ കാരണം. എന്റെ വീട്ടിലെ മറ്റേ ആ വാദ്യർ പൊറുതിയായത് ഞാൻ അറിഞ്ഞു എന്ന് മോഹൻ ദേഷ്യത്തോടെ പറയേ അതിന് നിങ്ങൾക്കെന്താ എന്ന് സരസ്വതിയും. എനിക്ക് എന്താന്നുള്ളതേ ഞാൻ നേരിട്ട് പറഞ്ഞു തരാം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് മോഹൻ ഓർമ്മിപ്പിക്കെ ഭീഷണിയൊന്നും വേണ്ട. അനുവദിച്ചു കിട്ടിയ പരോള് ഉപാധികൾ ലംഘിച്ചാലേ നഷ്ടമാവുമെന്ന് ടീച്ചറമ്മയും ഓർമ്മിപ്പിക്കുകയാ. മോഹനും ചിരിയോടെ എന്തോന്ന് നീ നഷ്ടമാക്കോ? നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ നഷ്ടമാക്കടി, ഞാനൊന്ന് കാണട്ടെ എന്ന് മോഹനും വെല്ലുവിളിക്കുക. എനിക്ക് നിങ്ങളോട് മത്സരിക്കാനൊന്നും വയ്യ എന്ന് സരസ്വതി തീർത്തു പറയേ. പിന്നെ നീ എന്നെങ്കിലും നിന്റെ വീട്ടിൽ അങ്ങേരെ കെട്ടിപ്പൊറപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് മോഹനും പറയുക. ദേ അനാവശ്യം പറയരുതേ, സാറിന് വയ്യാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നതാ എന്ന് സരസ്വതി പറയേ. അതല്ല ഈ വാദ്യർ വീട്ടിൽ നിൽക്കുന്നതൊക്കെ നിന്റെ മക്കൾ അംഗീകരിച്ചോടി എന്ന് മോഹനും ചോദിക്കുക. നല്ലതൊന്നും നിങ്ങളുടെ നാവില് വഴങ്ങില്ലെന്ന് എനിക്കറിയാം എന്ന് സരസ്വതി പറയേ. പക്ഷെ നീ ഒന്നോർത്തോ സരസ്വതി, ആരംഗീകരിച്ചാലും ഈ മോഹൻ അംഗീകരിക്കില്ല. ഞാൻ അങ്ങോട്ട് നേരിട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് ഭീഷണിപ്പെടുത്തുകയാ. പഴയ ഭീഷണിയും കൊണ്ട് ഇനി ഈ പടി ചവിട്ടാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്നത്. നിങ്ങൾക്കാർക്കും എന്നെ ഭരിക്കാൻ യാതൊരു റൈറ്റുമില്ല. ഗുണ്ടായിസം കാണിച്ച് വിരട്ടാണെങ്കിൽ അന്ന് തീരും നിങ്ങളുടെ പരോള്. ഓർത്തോ എന്ന് ഓർമ്മിപ്പിച്ച് ടീച്ചറമ്മയും കോൾ കട്ട് ചെയ്യുക. കാണിച്ചു തരാം ഞാൻ എന്ന് പറഞ്ഞ് മോഹനും ആലോചനയോടെ നിൽപ്പാം. കൃഷ്ണചന്ദ്രൻ സാർ ആ സമയത്ത് ലിവിംഗ് റൂമിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. സരസ്വതിയും ടെൻഷനോടെ അങ്ങോട്ടെത്തി ആ കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും എന്തു പറ്റി സരസ്വതി എന്ന് സാറും ചോദിക്കുക. ആ മോഹൻ വിളിച്ചിരുന്നെന്ന് സരസ്വതി പറയെ. എന്തു പറഞ്ഞെന്ന് സാറും. ഭീഷണി തന്നെയാ ഉദ്ദേശം, വാദ്യർ അവിടെ ഉണ്ടല്ലേ എന്ന മട്ടിലായിരുന്നു ചോദ്യം എന്ന് സരസ്വതി പറയെ. ഞാൻ അന്ന് കനിക വന്നിത് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഇത് പ്രശ്നമാകുമെന്ന് സാറും. അത് കേൾക്കെ ടീച്ചറമ്മയും സാറ് പേടിക്കണ്ട, ഈ വരട്ടേയുള്ളൂ. സാറ് പറഞ്ഞതുപോലെ ആള് പരോളിൽ ഇറങ്ങിയത് തന്നെയാ. കുട്ടികൾക്ക് എന്തോ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ സ്വാധീനമൊക്കെ വെച്ച് ഇറങ്ങിയതാ. വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട, പരാതിപ്പെട്ടാൽ പരോള് ക്യാൻസൽ ആവുമെന്ന് ഞാനും പറഞ്ഞു എന്ന് സരസ്വതി പറയെ. വെറുതെ അതിന്റെ പിറകെ പോയി ഉള്ള സമാധാനം കളയണോ സരസ്വതി എന്ന് സാറും. ഞാൻ കാരണം ആരുടെയും ജീവിതം അരക്ഷിതമാവാൻ പാടില്ല എന്നതാണ് എന്റെ താല്പര്യം. ഞാൻ വീട്ടിലേക്ക് മടങ്ങാം, ഹോം നഴ്സിനെ കിട്ടാനൊന്നും ഇപ്പൊ ഒരു പാടുമില്ല, ഞാൻ അങ്ങനെ മാനേജ് ചെയ്തോളാം സരസ്വതി എന്ന് സാറും. എന്നിട്ടെന്തേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടും അവിടെ തന്നെ അങ്ങ് തുടർന്നത്? എന്നോട് എന്തിനാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാലോ സാറിനെ എന്ന് സരസ്വതിയും. നിങ്ങളുടെ സമാധാനത്തെ ബാധിക്കുമെന്നുള്ളോണ്ടാ സരസ്വതി ഞാൻ ഈ പറയുന്നത് എന്ന് സാർ ടെൻഷനോടെ പറയേ. സാറ് സമാധാനമായിട്ടിരിക്കണം. അയാള് താക്കീത് ചെയ്തതുകൊണ്ട് സാർ ഇവിടെ തന്നെ നിൽക്കണം. അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം വിഷ്ണുവിനോടൊന്ന് പറഞ്ഞേക്കാം, ബാക്കി അവര് നോക്കിക്കോളും. സാറ് വെറുതെ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട എന്ന് ഓർമ്മിപ്പിച്ച് സരസ്വതി ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറും ആകെ ടെൻഷനോടെ ഇരിപ്പാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ടീച്ചറമ്മ വിഷ്ണുവിനെ വിളിച്ച് മോഹന്റെ കോളിന്റെ കാര്യം സംസാരിക്കുന്നതും സാറിനെ വീട്ടിൽ താമസിപ്പിച്ചതിന് വിഷ്ണു ടീച്ചറമ്മയെ കുറ്റപ്പെടുത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.